ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു ഹദീസ് പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട് എങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിക്ക്. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഉണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും, അള്ളാഹു സാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ റുസിഖ ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് വിവരം? മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ പേരിന്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. من رزق له 3 من الولد فلم يسم واحد منهم محمدا فهو من الجاهلين. ഹബീബായ നബി തങ്ങളുടെ വചനമാണ്. പഠിച്ചു വെക്കണേ. ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യമായും നിങ്ങളുടെ ബാധ്യതയാ. അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അതിന് വലിയ മഹത്താണ്. എന്താ മഹത്വം? ഒരു മഹത്വം പറഞ്ഞുതരാം, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലുൽ ഫഖറു ഫീ ബൈതിൻ വഫീഹി ഇസ്മി. എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ, അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന 23,000-ഓളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കെ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ? മുഹമ്മദ് എന്ന പേര് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ നാമമാണ്. ഇതെന്റെ ഹബീബിന്റെ നാമമാണ്. ഇതെന്റെ പ്രവാചകന്റെ നാമമാണ്. ആ ഒരൊറ്റ ഇഷ്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമാ. ആകാശ ലോകത്തേക്ക് റജബ് 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണ്. മാ റഅയ്തു ഫിസ്സമാ മാ റഅയ്തു ഫിസ്സമാ
ആകാശസീമകളിൽ മുഴുവനും 7 ആകാശങ്ങൾ നിറയെ എൻ്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ, ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും ചെല്ലുകയാണ് അല്ലാഹുവിൻ്റെ അർശിലേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിൽ മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, അർശിൽ ഒരു പച്ചവാളിന്മേല് അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സഹബ. റഅയ്തു ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. എവിടെ അർശില്. മാഷാ അല്ലാഹ്. മനസ്സിലാക്കണം, ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, നല്ലതുപോലെ തിരിച്ചറിയണം. ഈ പേരുള്ളവരുണ്ടോ? അബൂബക്കർ, ഉമർ ഉണ്ടോ? കൈയുയർത്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഉള്ളവരൊക്കെ ഇപ്പൊ കബറിലെ അവസ്ഥ വിളിച്ചോണ്ട് വരും. പഴയ ആൾക്കാർക്ക് ഉണ്ട്, ഇന്നതൊന്നും ഇടൂല. ഇന്നിപ്പോ ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാ നീ വല്ല കഞ്ചാവിന്റെ അടിമയാണ്, നീ അവിടെ കേസില്ല എവിടെ കേസിൽ ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് ഹൈവാന് വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് അങ്ങനെ പേടിയാണ്. എമിഗ്രേഷൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ച് ചിലപ്പോൾ 10 മിനിറ്റും കൂടെ നിർത്തിക്കളയും. നമുക്ക് അതൊക്കെയാണ് പേടി. പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പോഴല്ലേ ആ പേരിൻ്റെതാകുന്ന അഹ്ലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക, നല്ലതുപോലെ തിരിച്ചറിയണം.